ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ഉഷാരവിനന്ദനം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്ലേസ് വാല്യൂ, സ്ഥാനവില, സ്ഥാനമൂല്യം എന്ന് പറയും. നമ്പേഴ്സിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട് അല്ലേ? നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 ഡിജിറ്റ്, 2 ഡിജിറ്റ്, 3 ഡിജിറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇൻക്രീസ് ആയിട്ട് ഇങ്ങനെ പോകും. 4 അക്ക സംഖ്യ, 5 അക്ക സംഖ്യ, ഒരുപാട് സംഖ്യകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ഈ സംഖ്യകൾക്ക് നമ്മൾ ഒരു പേര് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സംഖ്യകളെ വായിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ എനിക്ക് 102 അങ്ങനെ വായിക്കാൻ പറ്റി, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. 1050 അങ്ങനെ വായിക്കണമെങ്കിൽ, സിമ്പിൾ ആയിട്ട് നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ അതിന്റെ സ്ഥാനം നമുക്ക് അറിയണം, ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പൊ എന്താണ് സ്ഥാനവില, എങ്ങനെയാണ് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഒരക്ക സംഖ്യ, രണ്ടക്ക സംഖ്യ എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാണ്ട്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഓരോ അക്കങ്ങൾ ഇതിലും അതെ, ഇതിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റ് നമ്മൾ എടുത്തു നോക്കി, അപ്പൊ ഫോർ എക്സാമ്പിൾ 12 ഏതെങ്കിലും ഒരു സംഖ്യ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ അതിനെ 12 എന്ന് പറയുകയാണെങ്കിൽ അത് രണ്ടക്ക സംഖ്യയാണ്. ഈ രണ്ടക്ക സംഖ്യയില് സ്ഥാനം നോക്കുകയാണെങ്കിൽ 2ന്റെ സ്ഥാനവും 1ന്റെ സ്ഥാനവും സെയിം അല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 2 നമ്പർ എടുത്തു, ഒന്ന് 52ഉം ഒന്ന് 25ഉം. ഈ ഒരു 52ലും 5 ഉണ്ട്, അതേപോലെ തന്നെ 25ലും 5 ഉണ്ട്. അവിടെ 25ൽ ഉള്ള 5ന്റെ അതേ സ്ഥാനമാണോ 52 ഉള്ള 5ന്? നോ, ഡിഫറെന്റ് ആണ്. അപ്പൊ എന്താണ് അങ്ങനെ? അത് എങ്ങനെയാണ് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുക, ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നെയിമിങ് കൊടുക്കുക, എങ്ങനെയാണ് വായിക്കുക എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇവിടെ സ്ക്രീനിൽ കാണാനുള്ളതാണ് നമ്മളെ നമ്പർ ചാർട്ട്, പ്ലേസ് വാല്യൂവിന്റെ ചാർട്ട്. നമ്പർ ചാർട്ട്, പ്ലേസ് വാല്യൂവിന്റെ ചാർട്ട്. അപ്പൊ ഈ ചാർട്ട്, ഈ ഒരു ഓർഡറിലാണ് നമ്മൾ നമ്പറിനെ നമുക്ക് എന്ത് സ്ഥാനം നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കൂ, 1s, 10s, 100s, 1000, ഒറ്റ, 10, 100, 1000 അങ്ങനെ പറയും. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 4 അക്ക സംഖ്യ എടുക്കാം. 3, 4, 5, 6 ഇതാണ് നമ്മളുടെ സംഖ്യ എന്ന് വിചാരിക്കുക. ഈ സംഖ്യക്ക് നമ്മൾ ഓരോ സ്ഥാനം കൊടുക്കണം. ഇപ്പൊ ഇവിടെ 6 ഏത് സ്ഥാനത്താണ് വരിക? ഒറ്റയുടെ സ്ഥാനത്താണ് വരിക. കാരണം അവിടെ എന്തേ ഉള്ളൂ? ആകെ ഒരു 6 ഉള്ളൂ. ഒരു 6 ഉള്ളൂ. 6 × 1 6. ഇനി ഇവിടെ 5 ആണെങ്കിലോ, അവിടെ എത്ര? 50 നമ്മൾ എങ്ങനെ 3456. 5ന്റെ സ്ഥാനം ഇവിടെ എവിടെയാണ്? ടെൻസ് ഭാഗത്താണ് അല്ലെ? അപ്പോ 5 എത്ര 5 ഉണ്ട്? 10 5 ഉണ്ട്. അപ്പോ 10 5 50. ഇനി ഇവിടെ 4ന്റെ സ്ഥാനം എവിടെയാണ്? 100s. അപ്പൊ അവിടെ കൊടുത്താൽ അവിടെ ഇതിന്റെ അർത്ഥം എന്താണ്? എത്ര 100 ഉണ്ട് ഈ സംഖ്യയില്? 4 100 ഉണ്ട്, 400. 3 ഏത് സ്ഥാനത്താണ്? 1000ന്റെ സ്ഥാനത്താണ് അല്ലെ? 3 1000. അപ്പൊ എത്ര 1000 ഉണ്ട്? 3 1000 ഉണ്ട്. 3000 3000. ഇനി ഇതൊന്ന് കൂട്ടി നോക്കൂ. ഇത് നമ്മൾ എന്ത് ചെയ്തപ്പോ എക്സ്പാൻഡ് ചെയ്തു അല്ലെ? എക്സ്പാൻഡ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലെ? എല്ലാം കൂടി കൂട്ടി നോക്കി നോക്കാം. 3000 പ്ലസ് 4 100 400 പ്ലസ് 5 10 50 പ്ലസ് 6 എത്ര കിട്ടും? 3456. അപ്പൊ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് 3000 എത്ര 1000 ഉണ്ട്? 3000. 400 400 അല്ലെ? 3400 എത്ര 100 ഉണ്ട്? 400 ഉണ്ട്. 56 എത്ര 5 ഉണ്ട്? 10 5s ഉണ്ട്. 6 1ന്റെ വാല്യൂലാണ് 6. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്ഥാനം എന്ത് കൊടുക്കുക? ഇതിന് പ്ലേസ് വാല്യൂ കൊടുക്കുക. അപ്പൊ ഈ ഒരു 1s, 10s, 100, 1000 നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ വാല്യൂ പറയുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ ഒരു 7000, ഇനി അടുത്ത നമ്പർ എടുക്കുക, 7028 എന്നുള്ള നമ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ 8 എന്നുള്ള നമ്പർ, 8ന്റെ സ്ഥാനം എത്രയാണ്? 1sന്റെ സ്ഥാനത്താണ് അല്ലെ? ഇത് 2 എന്ന് പറയണതോ 10sന്റെ സ്ഥാനത്താണ്. 0 എന്ന് പറയുന്നത് അവിടെ 0 ആണ്. അപ്പൊ 100ൽ അവിടെ എന്തില്ല? 100s ഇല്ല. ഓക്കെ, 0 ആണ്. 1000ൽ എത്ര വാല്യൂ? 7 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ വായിക്കാം?
7,000. ഇവിടെ എന്താണുള്ളത്? 1000ന്റെ സ്ഥാനത്താണ് 7. അപ്പൊ എങ്ങനെ വായിക്കാം? 7,000. അവിടെ ഹൺഡ്രഡ്സ് ഇല്ല. അപ്പൊ 7,000 എത്ര ഉണ്ട്? 28. 7,028. അപ്പൊ അങ്ങനെ ഈ 4 അക്ക സംഖ്യ മാത്രമൊന്നുമില്ല, 4 ഡിജിറ്റ് എന്നല്ല, 1 ഡിജിറ്റ്, 2 ഡിജിറ്റ്, 3 ഡിജിറ്റ്, 4 ഡിജിറ്റ്, 5 ഡിജിറ്റ്, എത്ര ഡിജിറ്റ്സ് വേണമെങ്കിലും, എത്ര അക്കങ്ങൾ വേണമെങ്കിലും നമുക്ക് ഈ പ്ലേസ് വാല്യൂ വെച്ചിട്ട്, അതേപോലെ തന്നെ വലിയ സംഖ്യകളാണെങ്കിലും ഈ ഒരു പ്ലേസ് വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എത്ര വലുതാണെന്ന് പറയാൻ പറ്റും, വായിക്കാനും പറ്റും. അതേപോലെ തന്നെ അതിന്റെ സ്ട്രെങ്ത് നമുക്ക് അളക്കാൻ പറ്റും. ഇപ്പൊ 420 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 400, 400, 120, 420 ആണെങ്കിൽ അവിടെ എന്തുണ്ട്? 420, 20, 0. അവിടെ വൺസിൽ ഒന്നുമില്ല, 0 ആണ്. ടെൻസിൽ എന്തുണ്ട്? 2 ഉണ്ട്. 100ന്റെ ഭാഗത്ത് എന്തുണ്ട്? 4 ഉണ്ട്. ക്ലിയർ? അപ്പോ നമുക്ക് ഒരു സംഖ്യേനെ ഐഡന്റിഫൈ ചെയ്യുക എങ്ങനെയാണ്, അതേപോലെ തന്നെ വായിക്കുക എങ്ങനെയാണ്? സ്ഥാനവില അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ 4000 ആണോ 10,000 ആണോ 1,00,000 ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോ എന്താണ് സ്ഥാനവില? ഒരു സംഖ്യയിൽ ഒരു അക്കത്തിന് അതിന്റെ സ്ഥാനമനുസരിച്ച് വരുന്ന വിലയാണ് സ്ഥാനവില എന്ന് പറയുന്നത്. ശരിയല്ലേ? ഒരു നമ്പറിന്റെ ഡിജിറ്റിന്, ഏത് നമ്പർ ആണെങ്കിലും ഓരോ ഡിജിറ്റിനും അതായ എന്തുണ്ട്? അതിന് പ്ലേസ് വാല്യൂ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു പ്രോബ്ലം ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. ഇത് ഫോർ എക്സാമ്പിൾ 5129. ഇതാണ് നമ്പർ. ഇതില് 1ന് നമുക്ക് ഏത് സ്ഥാനം കൊടുക്കാം? ഏത് സ്ഥാനത്തിലാണ് ഈ 1 എന്നുള്ളത് അത് ഉള്ളത്? ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന് ആൻസർ കമന്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ? അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലേസ് വാല്യൂ മാത്രമാണ് പറഞ്ഞത്. ഇനി ഒരുപാട് ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.